വിക്രമാദിത്യ കഥകൾ ഭാഗം 47. ഏകനായി കാട്ടിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്ന വിക്രമാദിത്യൻ തൻ്റെ ബാല്യകാല സഖാവായിരുന്ന വിജയൻ എന്ന കുശവ യുവാവിനെ അവിചാരിതമായി കണ്ടുമുട്ടി. വെറും സുഹൃത്സ്നേഹം ആസ്പദമാക്കി അദ്ദേഹം വിജയന് തനിക്കറിയാവുന്ന ചില വിദ്യകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഭട്ടിയുടെ ഉപദേശത്തെ പോലും അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം അവന് കൂടുവിട്ട് കൂട് പായുന്ന വിദ്യ വശമാക്കി കൊടുത്തത്. വിക്രമാദിത്യൻ അനുഭവിക്കുന്ന സുഖഭോഗങ്ങൾ സ്വന്തമാക്കാൻ വിജയന് അത്യാഗ്രഹമുണ്ടായിരുന്നു. അതിനു പറ്റിയ അവസരം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അവൻ വിക്രമാദിത്യനെ കണ്ടുമുട്ടുന്നത്. രാജാവ് അവനെ സ്വന്തം സ്നേഹിതൻ എന്ന നിലയിൽ ആലിംഗനം ചെയ്യുകയും അവനോട് ഹൃദയം തുറന്ന് സംസാരിക്കുകയും ചെയ്തു. അവരിരുവരും വനത്തിൽ കടന്ന് നായാട്ട് നടത്തുകയും ചുറ്റും നടന്ന് ആഹ്ലാദിക്കുകയും ചെയ്തതിനു ശേഷം വിശ്രമാർത്ഥം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് പോയി. വിജയന്റെ മടിയിൽ തലവെച്ച് വിക്രമാദിത്യൻ കിടന്നു. രണ്ടുപേരും ഉറങ്ങിയിരുന്നില്ല. അവിചാരിതമായി വിക്രമാദിത്യന്റെ ദൃഷ്ടികൾ വൃക്ഷത്തിന് മുകളിൽ പതിഞ്ഞു. അവിടെ ഒരാൺകിളിയും പെൺകിളിയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആൺകിളി മരിച്ചു. വിരഹാർത്ഥയായ പെൺകിളി ചിറകടിച്ച് കരയാൻ തുടങ്ങി. അതിൻ്റെ സങ്കടം കണ്ട് വിക്രമാദിത്യന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം സ്വന്തം ജീവനെ മരിച്ചു കിടക്കുന്ന കിളിയിലേക്ക് പ്രവേശിപ്പിച്ചു. അത് ജീവിച്ചെണീറ്റപ്പോൾ പെൺകിളിയുടെ വ്യസനവും മാറി. അവ രണ്ടും അവിടെ ഇരുന്ന് സല്ലപിക്കാൻ ആരംഭിച്ചു. ഇതെല്ലാം വിജയൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. താൻ കാത്തിരുന്ന സുവർണാവസരം കൈവന്നതോർത്ത് അവൻ സന്തോഷിക്കുകയും മടിയിൽ കിടക്കുന്ന വിക്രമാദിത്യന്റെ നിർജീവ ശരീരത്തിലേക്ക് സ്വന്തം ജീവനെ സന്നിവേശിപ്പിക്കുകയും ചെയ്തു. അനന്തരം കൂടുവിട്ട് കൂട് പായുന്ന വിദ്യ അറിയാവുന്ന മറ്റാരും തൻ്റെ ശരീരം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അവൻ സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു. വിക്രമാദിത്യ ശരീരത്തിൽ ആവാഹിച്ചിരുന്ന വിജയൻ ഉജ്ജയിനിയിലേക്ക് തിരിച്ചു. അവൻ നഗരാതിർത്തിയിലെത്തി. താൻ മടങ്ങി വന്നിരിക്കുന്ന വിവരം മന്ത്രിയെ അറിയിക്കാൻ ആളുകളെ നിയോഗിച്ചു. ഭട്ടി ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. 6 മാസം അവസാനിക്കാനായി ഇനി 20 ദിവസം കൂടിയുണ്ട്. വിക്രമാദിത്യനാണെങ്കിൽ ബഹു കണിശക്കാരനാണ്. ഒരു ദിവസം പോലും നേരത്തെ അദ്ദേഹം മടങ്ങുകയില്ല. കാലാവധി തീരുന്നതിന് മുമ്പ് വന്നാൽ കൂടി നഗരത്തിന് വെളിയിൽ താമസിച്ച് കൃത്യസമയത്ത് മാത്രമേ ഇതിനു മുമ്പ് അദ്ദേഹം നഗരപ്രവേശനം ചെയ്തിട്ടുള്ളൂ. കൂടാതെ 5 ദിവസം മുമ്പ് തന്നോട് പറയുക കൂടി ചെയ്യാറുള്ളതാണ്. ഇതിനിടയിൽ എന്തോ രഹസ്യമുണ്ടെന്ന് ബുദ്ധിമാനായ ഭട്ടി ഊഹിച്ചുറച്ചു. കൂട് വിട്ട് കൂട് പായുന്ന വിദ്യ അറിയാവുന്നവനും വിക്രമാദിത്യന്റെ സുഹൃത്തുമായ വിജയന്റെ കാര്യം ഭട്ടിയുടെ ഓർമ്മയിലെത്തി. ചാരന്മാരെ വിട്ട് തിരഞ്ഞപ്പോൾ വിജയൻ അപ്രത്യക്ഷനായിരിക്കുകയാണെന്ന് മനസ്സിലായി. വിജയനാണ് വിക്രമാദിത്യന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ആഗതനായിരിക്കുന്നതെന്ന് അയാൾ നിശ്ചയിച്ചു. പക്ഷേ ഈ രഹസ്യമൊന്നും മറ്റാർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഭട്ടി വിജയനെ രാജോചിതമായ രീതിയിൽ തന്നെ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ സംശയകരമായ പെരുമാറ്റം കൂടി കണ്ടപ്പോൾ ഭട്ടിക്ക് തൻ്റെ ഊഹം അസ്ഥാനത്തല്ലെന്ന് ബോധ്യമായി. വിക്രമാദിത്യന്റെ റാണിമാരെ അവൻ തട്ടിക്കൊണ്ടുപോകും എന്നോർത്ത് ഭട്ടി ഒരു ഉപായം കണ്ടെത്തി. ഭട്ടി റാണിമാരോടെല്ലാം വിവരം തുറന്നു പറയുകയും തങ്ങൾക്ക് 10 മാസത്തെ വ്രതമുണ്ടെന്നറിയിച്ച് വിജയനെ അകറ്റി നിർത്താൻ ഉപദേശിക്കുകയും ചെയ്തു. വിജയൻ ആഡംബരപൂർവ്വം അന്തഃപുര പ്രവേശനത്തിനൊരുങ്ങിയപ്പോൾ തോഴിമാർ വന്ന് തടയുകയും റാണിമാരുടെ വ്രതം കഴിയുന്നതുവരെ അങ്ങോട്ട് പ്രവേശിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഭട്ടിയും ഈ പ്രസ്താവനയെ പിന്താങ്ങി. വിജയൻ ഇച്ഛാഭംഗത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. രാജ്യഭരണമെല്ലാം ഭട്ടിക്ക് വിട്ടുകൊടുത്ത് നിത്യസുഖാനുഷ്ഠാനത്തിൽ രമിക്കുകയാണ് അവൻ ചെയ്തത്. അന്തഃപുരത്തിൽ ജീവിക്കാൻ കഴിയാത്തതിലുള്ള അവൻ്റെ വിഷാദം മറ്റു തരത്തിലുള്ള സുഖാനുഭൂതികൾ തരപ്പെട്ടപ്പോൾ തീർന്നുപോയി. അവൻ അവിടെ സകല സമയവും സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുവാൻ തുടങ്ങി. വിക്രമാദിത്യനെ കാണാത്തതുകൊണ്ട് ഭട്ടി ആകെ വിഷമത്തിലായി. അദ്ദേഹത്തെ കണ്ടുപിടിക്കണമല്ലോ. നാടിൻ്റെ നാനാഭാഗങ്ങളിലും നടക്കുന്ന അതിശയമായ പ്രവൃത്തികൾ അന്വേഷിച്ചറിയാൻ അയാൾ എല്ലാ ദിക്കുകളിലേക്കും ചാരന്മാരെ അയച്ചു. ഇനി നമുക്ക് വിക്രമാദിത്യന്റെ അടുത്തേക്ക് മടങ്ങാം. അവിടുത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്? ആൺകിളിയുടെ വേഷത്തിൽ പെൺകിളിയുമായി ആനന്ദിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം മടങ്ങിപ്പോരേണ്ട കാര്യമോർത്തു. പക്ഷേ വിജയൻ അരികത്തു നിന്ന് അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു.
സ്വന്തം ശരീരവും കാണുവാനില്ല. മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് അദ്ദേഹം കിളിയായി കുറെ കാലം ജീവിക്കാൻ നിശ്ചയിച്ചു. ബുദ്ധിചാതുര്യവും കായിക ബലവുമുള്ള വിക്രമാദിത്യ കിളി വേഗത്തിൽ ആ കാട്ടിലെ 1000 കിളികളുടെ നേതാവായി തീർന്നു. എല്ലാ കിളികളും വിക്രമാദിത്യന്റെ ആജ്ഞയെ ശിരസാ വഹിച്ചിരുന്നു. അവർ കൂട്ടമായി പറക്കുകയും വിശ്രമിക്കുകയും ചെയ്തു വന്നു. കിളികളെ പിടിച്ചു വിറ്റ് കാശ് സമ്പാദിക്കാമെന്ന് മോഹിച്ച ഒരു വേടൻ അവ നിരന്നിരിക്കാറുള്ള വൃക്ഷത്തിന്റെ മുകളിൽ വല വിരിച്ച് താഴെ കാത്തിരുന്നു. ഇക്കാര്യം വിക്രമക്കിളി പോലും അറിഞ്ഞിരുന്നില്ല. 1000 കിളികളും ഉല്ലാസഭരിതരായി പറന്നു വന്ന് വൃക്ഷത്തിലിരിക്കുകയും വലയിൽ കുടുങ്ങുകയും ചെയ്തു. അപ്പോഴാണ് അവർ തങ്ങൾക്ക് പറ്റിയ അപകടം മനസ്സിലാക്കിയത്. ആപത്ത് പറ്റിക്കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമെന്താണ്? എല്ലാവരോടുമായി നേതാവായി വിക്രമക്കിളി പറഞ്ഞു. നമ്മൾ എല്ലാവരും ചത്തവരെ പോലെ കിടക്കണം. വേടൻ കയറി വന്ന് നോക്കുമ്പോൾ എല്ലാവരും ചത്തതായി അറിഞ്ഞ് ഓരോരുത്തരെയായി വലയിൽ നിന്നെടുത്ത് താഴെയിടും. ആദ്യം വീഴുന്ന കിളി മനസ്സിൽ എണ്ണാൻ തുടങ്ങണം. 1000 എണ്ണവും താഴെ വീണ് കഴിയുമ്പോൾ അത് 1000 എന്ന് ഉറക്കെ വിളിച്ച് പറയണം. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പറന്ന് രക്ഷപ്പെടണം. 1000 കിളികളും താഴെ വീണതിനു ശേഷമേ പറക്കാൻ ശ്രമിക്കാവൂ. അതുവരെ എല്ലാവരും ചത്തതുപോലെ തന്നെ കിടക്കണം. കിളികൾക്കെല്ലാം ഈ ഉപായം കൊള്ളാമെന്ന് തോന്നി. 1000 കിളികളും തൻ്റെ വലയിൽ കുടുങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ വേടൻ അതിരറ്റ് ആഹ്ലാദിച്ചു. പക്ഷേ മരത്തിൽ കയറി ചെന്ന് നോക്കിയപ്പോൾ സകല കിളികളും ചത്തു കിടക്കുന്നത് കണ്ട് അവൻ തൻ്റെ നിർഭാഗ്യത്തെ പഴിച്ചു. വേടൻ നിരാശനായി ഓരോന്നിനെ എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. ആദ്യം വീണ കിളി മനസ്സിൽ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 100, 900. ഇങ്ങനെ എണ്ണൽ തുടർന്നു. 999 കിളികളും താഴെ പതിച്ചു. അടുത്ത ക്ഷണത്തിൽ വേടന്റെ അരയിൽ നിന്നും കത്തി ഊരി താഴെ വീണു. എണ്ണം പിടിച്ചിരുന്ന കിളി ആ ശബ്ദം കേട്ട് 1000 എന്നുച്ചത്തിൽ പറയുകയും എല്ലാവരും ചേർന്ന് പറന്നു പോവുകയും ചെയ്തു. അപ്പോഴാണ് വേടന് താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലായത്. ഇനി വലയിൽ ഒരു കിളി കൂടിയുണ്ട്. അത് വിക്രമക്കിളിയായിരുന്നു. വേടൻ അരിശം മൂത്ത് അതിനെ പിടിച്ച് കൊല്ലാൻ തുനിഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, ഹേയ് വേടാ, എന്നെ കൊല്ലുന്നത് കൊണ്ട് നിനക്ക് എന്ത് ലാഭമാണ് ഉണ്ടാവുക? മറ്റു കിളികൾക്ക് 2 കാശ് വീതമല്ലേ കിട്ടുക? എന്നെ കൊണ്ടുപോയി വിറ്റോളൂ, നിനക്ക് 1000 പൊൻപണം കിട്ടും. കിളിയുടെ വാക്ക് കേട്ട് വേടൻ വിക്രമക്കിളിയെ കൊല്ലാനുള്ള തീരുമാനം മാറ്റിവെച്ചു. അവൻ അതിനെ ഒരു കൂട്ടിലാക്കി നഗരത്തിലേക്ക് നടന്നു. കിളിയുടെ വില 1000 പൊൻപണമാണെന്ന് കേട്ട് ആളുകളെല്ലാം തിരിഞ്ഞു നോക്കാതെ കടന്നുപോയി. ഒരു കിളിക്ക് 1000 പൊൻപണം വില പറയുന്നവനെ കിർക്കനായാണ് അവർ കണക്കാക്കിയത്. അവസാനം ആ നഗരത്തിലെ വ്യാപാര പ്രമുഖനായ ഭൂതലിംഗൻ ആ വഴിയെ വന്നു. അയാൾ പുതിയതായി ഒരു കട തുറക്കുന്ന ദിവസമായിരുന്നു അന്ന്. ഭൂതലിംഗൻ കിളിയുടെ വില ചോദിച്ചപ്പോൾ 1000 പൊൻപണമെന്ന് വേടൻ പറഞ്ഞു. വേടനോട് ഭൂതലിംഗൻ തട്ടിക്കയറി, എടോ വേടാ, നിനക്ക് ഭ്രാന്തുണ്ടോ? 2 കാശ് കൊടുത്താൽ കിട്ടുന്ന കിളിക്ക് വില 1000 പൊൻപണമോ? ഇത്രയുമായപ്പോൾ കൂട്ടിൽ കിടന്ന വിക്രമക്കിളി പറഞ്ഞു, ഹേ ഭൂതലിംഗ ചെട്ടിയാരെ, നിങ്ങൾ 1000 പൊൻപണം കൊടുത്ത് എന്നെ വാങ്ങിച്ചോളൂ. നിങ്ങൾക്ക് ഒരു നഷ്ടവും വരികയില്ല. പുതുതായി ഒരു കട തുറക്കാനുള്ള ഉദ്ദേശമുണ്ടല്ലേ? ഞാൻ അവിടെ ഇരുന്ന് ഒരു മാസത്തിനകം 10,000 പൊൻപണം സമ്പാദിച്ചു തരാം. കിളി സംസാരിക്കുന്നതും താൻ തുടങ്ങാൻ പോകുന്ന കടയെപ്പറ്റി പറയുന്നതും കേട്ട് ഭൂതലിംഗൻ അതിശയിച്ചു പോയി. ഇത് സാധാരണ കിളിയൊന്നുമല്ലെന്നും എന്തോ അസാധാരണ കഴിവുകൾ ഇതിനുണ്ടെന്നും നിശ്ചയിച്ചുറച്ച് അയാൾ വേഗം വേടൻ ആവശ്യപ്പെട്ട പണം കൊടുത്ത് കിളിയെ വാങ്ങി. എന്നിട്ട് ആ കിളിയുമായി വീട്ടിലേക്ക് പോയി. കട ഉദ്ഘാടനം ചെയ്യുന്ന സുദിനമായ അന്ന് തന്നെ അയാൾ ഒരു സ്വർണ്ണക്കൂട് പണിയിച്ച് കിളിയെ അതിലാക്കി. കടയുടെ മുൻവശത്ത് കിളിക്കൂട് സ്ഥാപിച്ചു.